Good morning, students. Today we discuss about the topic supply. Supply of the firm, supply curve of the firm, market supply, law of supply and determinants of supply. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ മുമ്പുള്ള ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നു ഡിമാൻഡിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. ഡിമാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സപ്ലൈ. നമുക്കറിയാം ഡിമാൻഡും പ്രൈസും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആയിരുന്നു. If the price of a commodity increase, demand for that commodity decrease. ഒരു വസ്തുവിന്റെ വില കൂടുമ്പോൾ ആ വസ്തുവിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യും? കുറയും. But in the case of supply, the supply and price of a commodity have positive relationship. ഒരു വസ്തുവിന്റെ വിലയും ആ വസ്തുവിന്റെ സപ്ലൈയും തമ്മിൽ പോസിറ്റീവ് റിലേഷൻ ആണ്. ആ വസ്തുവിന്റെ വില കൂടുമ്പോൾ ആ വസ്തുവിന്റെ സപ്ലൈ ഇൻക്രീസ് ചെയ്യും. ആ വസ്തുവിന്റെ വില കുറയുമ്പോൾ അതിന്റെ സപ്ലൈയും കുറയും. ഫസ്റ്റ് വി അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് സപ്ലൈ. ആദ്യം നമ്മൾക്ക് എന്ത് മനസ്സിലാക്കണം? സപ്ലൈ എന്താണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സപ്ലൈ മീൻസ് the quantity of a commodity that a firm offers to sell in the market at different prices in a period of time. ഒരു നിശ്ചിത സമയത്ത് വിവിധ വിലകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള വിലകൾക്ക് ഒരു മാർക്കറ്റിൽ വിൽക്കാൻ തയ്യാറായിട്ടുള്ള വസ്തുക്കളുടെ അളവിനെയാണ് പറയാ സപ്ലൈ എന്ന് പറയുന്നത്. ഒരു നിശ്ചിത സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള വിലകൾക്ക് ആ മാർക്കറ്റിൽ വിൽക്കാൻ തയ്യാറായിട്ടുള്ള വസ്തുവിന്റെ അളവിനെയാണ് എന്ത് പറയാ സപ്ലൈ എന്ന് പറയുന്നത്. സപ്ലൈ മീൻസ് the quantity of a commodity that a firm offers to sell in the market at different prices in a period of time. ഒരു നിശ്ചിത സമയത്ത് വ്യത്യസ്ത വിലകൾക്ക് ആ മാർക്കറ്റിൽ വിൽക്കാൻ തയ്യാറാകുന്ന വസ്തുക്കളുടെ അളവിനെയാണ് നമ്മൾ എന്ത് പറയാ സപ്ലൈ ഓഫ് എ ഫേം. ഒരു വസ്തുവിന്റെ ഒരു സ്ഥാപനത്തിന്റെ സപ്ലൈ എന്ന് പറയാം. Then what do you mean by supply curve? Supply curve of the firm. ഒരു ഫേമിന്റെ ഒരു സ്ഥാപനത്തിന്റെ സപ്ലൈ കർവ് എന്ന് പറഞ്ഞാൽ സപ്ലൈ കർവ് ഓഫ് ദ ഫേം or the supply curve represent the quantities of a commodity that a firm offers to sell in the market at different prices in a given period of time. ഒരു നിശ്ചിത സമയത്ത് വ്യത്യസ്ത വിലക്ക് അല്ലെങ്കിൽ വ്യത്യസ്ത വിലകൾക്ക് ഒരു നിശ്ചിത സമയത്ത് ആ ഒരു മാർക്കറ്റിൽ വിൽക്കുന്ന വിവിധ സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ ആ മാർക്കറ്റിൽ വിൽക്കുന്ന വിവിധ വിലകൾക്ക് വിൽക്കുന്ന ഒരു വസ്തുവിന്റെ അളവും അതിന്റെ പ്രൈസും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന ഗ്രാഫിനെയാണ് നമ്മൾ എന്ത് പറയാ സപ്ലൈ കർവ് എന്ന് പറയുന്നത്. സപ്ലൈ ഷെഡ്യൂളിൽ നിന്നാണ് നമ്മൾ എന്ത് തയ്യാറാക്കുക? സപ്ലൈ കർവ് തയ്യാറാക്കുക. സപ്ലൈ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താ? സപ്ലൈ ഷെഡ്യൂൾ is a table which can show price and quantity supply of a commodity. സപ്ലൈ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ വിലയും അതിന്റെ സപ്ലൈ സൂചിപ്പിക്കുന്ന ഒരു പട്ടികക്ക് പറയുന്ന പേരാണ് സപ്ലൈ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. സപ്ലൈ കർവ് എന്ന് പറഞ്ഞാൽ സപ്ലൈ കർവ് shows the positive relationship between price and supply of a commodity. സപ്ലൈ കർവ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ വിലയും അതിന്റെ സപ്ലൈയും തമ്മിലുള്ള പോസിറ്റീവ് റിലേഷൻ കാണിക്കുന്ന ഒരു ഗ്രാഫിനെയാണ് നമ്മൾ എന്താ പറയാ സപ്ലൈ കർവ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഒരു സപ്ലൈ കർവ് ഡിറൈവ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതല്ലെങ്കിൽ സപ്ലൈ കർവ് എങ്ങനെയാണ് നമ്മൾ ഫോം ചെയ്യുന്നത്, ഒരു വസ്തുവിന്റെ സപ്ലൈ കർവ് നമ്മൾ എങ്ങനെ വരയ്ക്കുമെന്ന് ഒന്ന് നോക്കി നോക്കാം. ഒരു ഫേമിന്റെ സപ്ലൈ കർവിന്റെ ഫോർമേഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അതല്ലെങ്കിൽ ആ ഒരു ഫേമിന്റെ സപ്ലൈ കർവ് എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നതാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു ഇൻ ദി സപ്ലൈ ദ പ്രൈസ് ആൻഡ് സപ്ലൈ ഹാവ് പോസിറ്റീവ് റിലേഷൻഷിപ്പ്. സോ ഒരു വസ്തുവിന്റെ സപ്ലൈയും അതിന്റെ വിലയും തമ്മിൽ പോസിറ്റീവ് റിലേഷൻ ആണെന്നത് നമ്മൾ പറഞ്ഞു. ഇവിടെ x ആക്സിസിൽ നമ്മൾ ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈ ആണ് കൊടുത്തിട്ടുള്ളത്. y ആക്സിസിൽ നമ്മൾ പ്രൈസ് കൊടുത്തിട്ടുണ്ട്. പ്രൈസ് 0, 2, 4, 6,
when the price of a commodity decrease, the supply of that commodity also decrease. ആ വസ്തുവിന്റെ വില കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ വസ്തുവിന്റെ സപ്ലൈയും കുറയുന്നു. ഡിമാൻഡ് നമ്മൾ എങ്ങനെയായിരുന്നു മനസ്സിലാക്കിയിട്ടുള്ളത്? The demand of the firm shows the inverse relationship between price and the quantity demand of that commodity. The demand ന്റെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? The price of a commodity increases, the demand for that commodity decreases. ഇവിടെ ഒരു വസ്തുവിന്റെ വില 1 രൂപയായിരുന്ന സമയത്ത് കൺസ്യൂമറെ ആ ഒരു കമ്മോഡിറ്റി 5 യൂണിറ്റ് അയാൾക്ക് വാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വസ്തുവിന്റെ വില 2 രൂപയായി കൂടിയപ്പോഴോ അയാൾക്ക് അത് വാങ്ങിയത്ര 5 യൂണിറ്റ് അയാൾക്ക് വാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അയാൾക്ക് 4 യൂണിറ്റ് മാത്രമേ വാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വസ്തുവിന്റെ വില 3 രൂപയായിട്ട് വീണ്ടും ഇൻക്രീസ് ചെയ്തപ്പോൾ അയാൾക്ക് 3 യൂണിറ്റ് വാങ്ങിക്കാൻ കഴിഞ്ഞുള്ളൂ. 4 യൂണിറ്റ് ആയിട്ട് വില ഇൻക്രീസ് ചെയ്തപ്പോൾ അയാൾക്ക് 2 യൂണിറ്റ് വാങ്ങിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. 5 രൂപയായിട്ട് വസ്തുവിന്റെ വില ഇൻക്രീസ് ചെയ്തപ്പോൾ അയാൾക്ക് 1 യൂണിറ്റ് മാത്രമാണ് അയാൾക്ക് വാങ്ങിക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. The law of demand explains the price of a commodity increases, the demand for that commodity decreases. The concept of supply and demand are inverse relationship. ഡിമാൻഡും സപ്ലൈയും തമ്മിൽ വിപരീത ബന്ധമാണ് ഉള്ളത്. നമ്മൾ ഡിമാൻഡിൽ പഠിച്ച കാര്യങ്ങളിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സപ്ലൈ നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ സപ്ലൈക്കാരാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരു വ്യക്തിയുടെ സപ്ലൈക്കാരാണ് ഇവിടെ നമ്മൾ കണ്ടത്. വസ്തുവിന്റെ വില കൂടുമ്പോൾ കൂടുതൽ വാങ്ങുന്നു, വില കുറയുമ്പോൾ അയാളെ കുറച്ച് വാങ്ങുന്നു. ഇനി ഒരു ഫേമിന്റെ സപ്ലൈ കർവ് അതല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ സപ്ലൈ കർവ് എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുക നമുക്ക് നോക്കാം. ഒരു ഫേമിന്റെ സപ്ലൈ കർവ് എങ്ങനെ ഡിറൈവ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ എക്സ് ആക്സിസിൽ നമ്മൾ ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈയുടെ അളവിനെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. വൈ ആക്സിസിൽ നമ്മൾ പ്രൈസിനെ എടുത്തിട്ടുണ്ട്. ഇവിടെ പ്രൈസിന് ഒറിജിനൽ പ്രൈസ് ആണ് P1 എന്നുള്ളത്. അത് P2 ആയിട്ട് ഇൻക്രീസ് ചെയ്യാം, P0 ആയിട്ട് ഡിക്രീസ് ചെയ്യാം എന്നിവ. ഈ ഒരു ഗ്രാഫിൽ നമുക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? ആ ഒരു പ്രൈസ് ലൈൻ അഥവാ പ്രൈസ് ലൈൻ ഈക്വൽ ടു മാർജിനൽ റവന്യൂ ഈക്വൽ ടു ആവറേജ് റവന്യൂ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പ്രകാരം നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ലോ ആയിട്ട് ആ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിലെ പ്രൈസും മാർജിനൽ റവന്യൂ ആവറേജ് റവന്യൂ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും, തുല്യമായിരിക്കും. അപ്പോൾ ഈ P1 എന്നുള്ള അളവിൽ പ്രൈസ് വരുന്ന സമയത്ത് അവിടുത്തെ ഇക്വിലിബ്രിയം അതായത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പോയിന്റ് നമ്മൾ എങ്ങനെ കണ്ടെത്തും? ഇക്വിലിബ്രിയം പോയിന്റ് ഏതായിരുന്നു? മാർജിനൽ റവന്യൂ ഈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് ഓഫ് ദി ഫേം. ഇവിടെ മാർജിനൽ കോസ്റ്റ് കർവും മാർജിനൽ റവന്യൂ കർവും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഈ ഒരു പോയിന്റ് ആണ് എന്ത്? ആ ഫേമിന്റെ ഇക്വിലിബ്രിയം പോയിന്റ്. MR is equal to MC, marginal revenue is equal to marginal cost. If the price of the commodity is increased, ആ വസ്തുവിന്റെ വില വർദ്ധിച്ചു. അതിന്റെ ഫലമായിട്ട് P1 എന്നുള്ളത് P2 എന്നുള്ള ലെവലിലേക്ക് പ്രൈസ് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അവിടെ എന്തെല്ലാം തരത്തിലുള്ള മാറ്റങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക? അപ്പോൾ അവിടുത്തെ ഇക്വിലിബ്രിയം പോയിന്റ് മാറും. ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്താണ്? MC is equal to MR. അപ്പോൾ അവിടുത്തെ മാർജിനൽ റവന്യൂ കർവാണ് ഏത്? P2 എന്ന പ്രൈസ് ലെവലിലെ മാർജിനൽ റവന്യൂ കർവാണ് ഈ ഒരു കർവ്. ആ സമയത്ത് അവിടുത്തെ മാർജിനൽ കോസ്റ്റ് കർവാണ് ഇത്രയും ഭാഗം. ഇവിടുത്തെ ഇങ്ങോട്ടുള്ള ഈ ഭാഗമാണ് മാർജിനൽ കോസ്റ്റ് കർവ്. അപ്പോൾ മാർജിനൽ റവന്യൂ കർവും മാർജിനൽ കോസ്റ്റ് കർവും കൂട്ടിമുട്ടുന്ന ഈ ഒരു പോയിന്റിന് പുതിയ ഒരു ഇക്വിലിബ്രിയം പോയിന്റ് ഫോം ചെയ്യും, E2. Under the perfect competition market, the supply curve of the firm is the part of
ഒരു ഫേമിന്റെ സപ്ലൈ കർവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതല്ലെങ്കിൽ എന്തെല്ലാം ഘടകങ്ങളാണ് ആ ഒരു ഫേമിന്റെ സപ്ലൈ കർവിന്റെ മാറ്റത്തിന് കാരണങ്ങളാകുന്നത്. വാട്ട് ആർ ദ ഡിറ്റർമിനന്റ്സ് ഓഫ് ദ ഫേംസ് സപ്ലൈ കർവ്? ഫേമിന്റെ സപ്ലൈ കർവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ, പ്രൈസ് ഓഫ് കമ്മോഡിറ്റി. സെക്കൻഡ് വൺ, ടെക്നോളജി ഓഫ് പ്രൊഡക്ഷൻ. തേർഡ് വൺ, input prices, and fourth one, taxes. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഫേമിന്റെ സപ്ലൈ കർവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഫസ്റ്റ് വൺ, പ്രൈസ് ഓഫ് കമ്മോഡിറ്റി, ആ വസ്തുവിന്റെ വില. സെക്കൻഡ് വൺ, ടെക്നോളജി ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകളിൽ വരുന്ന മാറ്റം. ദെൻ ഇൻപുട്ട് പ്രൈസസ്, ആ പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ ചെലവ്. Then unit taxes, production യൂണിറ്റിന് ഗവൺമെന്റ് ചുമത്തുന്ന നികുതികൾ. അതിന് ഫസ്റ്റ് വൺ, പ്രൈസ് ഓഫ് കമ്മോഡിറ്റി. ഇത് പ്രൈസ് ഓഫ് കമ്മോഡിറ്റി, വസ്തുവിന്റെ വില എങ്ങനെയാണ് സപ്ലൈ കർവിനെ സ്വാധീനിക്കുന്നത്? If the price of a commodity is the important determinant of supply curve. സപ്ലൈ കർവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിറ്റർമിനൻസ് ആയിട്ട് നമ്മൾ കണക്കാക്കാൻ കഴിയുന്ന ഒന്നാണ് എന്ത്? പ്രൈസ് ഓഫ് കമ്മോഡിറ്റി. If the price of a commodity increase, the supply curve of the firm also increase. The price and supply of the commodity is a positive or direct relation. ഒരു വസ്തുവിന്റെ വിലയും ആ വസ്തുവിന്റെ സപ്ലൈയും തമ്മിൽ ഡയറക്റ്റ് റിലേഷൻ ആണ്, പോസിറ്റീവ് റിലേഷൻ ആണ്, നേരിട്ടുള്ള ബന്ധമാണ് ഉള്ളത്, അനുകൂലമായിട്ടുള്ള ബന്ധമാണ് ആ ഒരു വസ്തുവിന്റെ വിലയും അതിന്റെ സപ്ലൈയും തമ്മിൽ ഉള്ളത്. If the price of a commodity increase, the supply of that commodity also increase. If the price of a commodity decrease, the supply of that commodity also decrease. ഒരു വസ്തുവിന്റെ വില ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ വസ്തുവിന്റെ സപ്ലൈ ഇൻക്രീസ് ചെയ്യും, വസ്തുവിന്റെ വില ഡിക്രീസ് ചെയ്യുമ്പോൾ ആ വസ്തുവിന്റെ സപ്ലൈയും ഡിക്രീസ് ചെയ്യും. Then technology of production, പ്രൊഡക്ഷനിൽ ഉപയോഗിക്കുന്ന ടെക്നിക്സുകൾ. If the firm apply the new technology in the production process, the firm's MC curve decrease, or the marginal cost of the firm decreases, or the firm use the outdated technology, the marginal cost of that firm increases. ആ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ്, ആ ഒരു ഉൽപാദന സ്ഥാപനം പ്രൊഡക്ഷന് വേണ്ടിയിട്ട് പുതിയ രീതിയിലുള്ള ടെക്നിക്സുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതുവഴി ആ പ്രൊഡക്ഷൻ യൂണിറ്റിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ് നമുക്ക് കുറക്കാനായിട്ട് കഴിയും. അപ്പോൾ മാർജിനൽ കോസ്റ്റ്, ആ ഫേമിന്റെ മാർജിനൽ കോസ്റ്റ് കർവ് തന്നെയാണ് നമ്മുടെ സപ്ലൈ കർവ്. അപ്പോൾ മാർജിനൽ കോസ്റ്റ് കർവിൽ മാറ്റം വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തിന്റെ മാറ്റം തന്നെയാണ്? സപ്ലൈ കർവിന്റെ മാറ്റം തന്നെയാണ്. If the firm use the new technology in the production process, the production cost decrease and the MC will shift rightward. ആ പ്രൊഡക്ഷൻ യൂണിറ്റിലെ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഫേംസ് പുതിയ ടെക്നോളജികൾ ഉപയോഗിക്കുമ്പോൾ അതുവഴി മാർജിനൽ കോസ്റ്റ് കുറയുകയും മാർജിനൽ കോസ്റ്റ് കർവ് വലതുവശത്തേക്ക് അല്ലെങ്കിൽ താഴ്ഭാഗത്തേക്ക് കുറയും. അപ്പോൾ സപ്ലൈ കർവിൽ എന്തെങ്കിലും സംഭവിക്കുന്നത്? സപ്ലൈ കർവ് ഷിഫ്റ്റ് ടു റൈറ്റ്വേർഡ്, സപ്ലൈ കർവ് വലതുഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ അതല്ലാതെ ചില സമയത്ത് ഫേംസ് എന്ത് ചെയ്യും? കണ്ടിന്യൂ ദ യൂസ് ഓഫ് ദ ഔട്ട്ഡേറ്റഡ് ടെക്നോളജി. ആ ഫേംസ് പഴയ രീതിയിലുള്ള ടെക്നോളജികൾ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ആ ഫേമിന്റെ മാർജിനൽ കോസ്റ്റ് ഉയരുന്നതിന് കാരണമാകും. മാർജിനൽ കോസ്റ്റ് ഉയരുന്നത് വഴി ദ മാർജിനൽ കോസ്റ്റ് വാസ് ഷിഫ്റ്റ് ടു ലെഫ്റ്റ്വേർഡ്. മാർജിനൽ കോസ്റ്റ് കർവ് അതിന്റെ മുകൾ ഭാഗത്തേക്ക്, ഇടത് ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് കാരണമാകുന്നത് വഴി സപ്ലൈ കർവ് ഇടത് ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് കാരണമാകും. Then the third one, input price. Input price means the price of the factors of production. ഇൻപുട്ടുകളായി നമ്മൾ ഉപയോഗിക്കുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, റോ മെറ്റീരിയൽസിന്റെ പ്രൈസിലെ ചേഞ്ചസ് വരുന്നത് വഴി സപ്ലൈ കർവിൽ ചേഞ്ചസ് വരും. If the input price increase, the marginal cost of that firm also increase. The price of inputs are decrease, the marginal cost will decrease. ഒരു ഫേമിന്റെ ഇൻപുട്ട് പ്രൈസസ്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ ചിലവ് വർദ്ധിക്കുന്നത് വഴി ആ ഫേം
ഷിഫ്റ്റ് ചെയ്യും. ഇത്രയുമാണ് സപ്ലൈ കർവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. These are the determinants of supply curve. Next we learn about supply function. Supply function represents the functional relationship between supply of a commodity and the determinants of supplying that commodity. Supply function represent ചെയ്യുന്നത് ഒരു വസ്തുവിന്റെ സപ്ലൈയും അതിന്റെ സപ്ലൈയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളും തമ്മിലുള്ള ബന്ധത്തെയാണ് നമ്മൾ സപ്ലൈ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. Supply function represents the functional relationship between supply of commodity and the determinants of supply of that commodity. ആ ഒരു വസ്തുവിന്റെ സപ്ലൈയും ആ വസ്തുവിന്റെ സപ്ലൈയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളും തമ്മിലുള്ള ബന്ധത്തെയാണ് നമ്മൾ സപ്ലൈ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സപ്ലൈ ഫംഗ്ഷൻ ഇക്വേഷൻ രൂപത്തിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ കഴിയും. F into P T F T. Supply equal to is the function of P T F and T. ഇതിലെ ഓരോ ലെറ്റേഴ്സും എന്തിനെ സൂചിപ്പിക്കുന്നു? S means supply, F means function. Supply is the function of price of commodity, technology in the production, factor prices and unit access. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സപ്ലൈയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ഫാക്ടേഴ്സ് ഓഫ് സപ്ലൈ, ഡിറ്റർമിനൻറ്റ്സ് ഓഫ് സപ്ലൈ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രൊഡക്ഷൻ പ്രൈസ് ഓഫ് പ്രൊഡക്റ്റ്, ടെക്നോളജി ഇൻ ദി പ്രൊഡക്ഷൻ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് യൂണിറ്റ് ആക്സസ്. ഇത്രയും കാര്യങ്ങളും അതിന്റെ സപ്ലൈയും തമ്മിലുള്ള ബന്ധത്തെയാണ് നമ്മൾ എന്ത് പറയാ? സപ്ലൈ ഫംഗ്ഷൻ എന്ന് പറയാം. സപ്ലൈ ഫംഗ്ഷൻ represents the functional relationship between supply and determinants of supply. സപ്ലൈയും സപ്ലൈയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളും തമ്മിലുള്ള ബന്ധത്തെയാണ് സപ്ലൈ ഫംഗ്ഷൻ എന്ന് പറയാം. ഇതിനെ ഇക്വേഷൻ രൂപത്തിൽ നമുക്ക് S equal to F into P T F T ഈ രൂപത്തിൽ നമുക്ക് എഴുതാൻ കഴിയും. ഇതിലെ ഓരോ ലെറ്റേഴ്സും ഡിറ്റർമിനൻറ്റ്സ് ഓഫ് സപ്ലൈയെ ആണ് സൂചിപ്പിക്കുന്നത്. P means price of product, T means technology in production, F means price of factor, then T means unit taxes. Next we learn about market supply. Market supply is the sum of quantity supplied by all the producers in the market at a given price. This is the sum total of all the quantities of commodities sold by all the firm in the market at various prices. Market supply എന്ന് പറഞ്ഞാൽ ആ ഒരു മാർക്കറ്റിൽ എത്ര പ്രൊഡ്യൂസേഴ്സ് എത്ര വസ്തുക്കൾ വിൽക്കുന്നുണ്ടോ മാർക്കറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റിലെ എല്ലാ പ്രൊഡ്യൂസേഴ്സും കൂടി ഒരു നിശ്ചിത വിലയ്ക്ക് സപ്ലൈ ചെയ്യുന്ന സാധനത്തിൻ്റെ മൊത്തം അളവിനെയാണ് നമ്മൾ മാർക്കറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. മാർക്കറ്റ് സപ്ലൈ is the sum of quantity supplied by all the producers in the market at a given price. ഒരു നിശ്ചിത വിലയ്ക്ക് ആ ഒരു മാർക്കറ്റിലെ എല്ലാ പ്രൊഡ്യൂസേഴ്സും എല്ലാ ഉൽപ്പാദകരും കൂടി ഒരു നിശ്ചിത വിലയ്ക്ക് സപ്ലൈ ചെയ്യുന്ന ആ വസ്തുവിൻ്റെ അളവിനെയാണ് മാർക്കറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. മാർക്കറ്റ് സപ്ലൈ ഷെഡ്യൂൾ. എന്താണ് മാർക്കറ്റ് സപ്ലൈ ഷെഡ്യൂൾ എന്ന് പറയുന്നത്? അഥവാ ഒരു മാർക്കറ്റ് സപ്ലൈയുടെ പട്ടിക എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു വ്യക്തിയുടെ സപ്ലൈ ഷെഡ്യൂളും സപ്ലൈ കർവൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഒരു മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മാർക്കറ്റിലെ എത്ര പ്രൊഡ്യൂസേഴ്സ് ഉണ്ടോ അത്രയും പ്രൊഡ്യൂസേഴ്സിൻ്റെ സപ്ലൈ കർവ് കൂട്ടിച്ചേർന്നതാണ് എന്ത്? ആ മാർക്കറ്റിലെ സപ്ലൈ ഷെഡ്യൂൾ. ഈ ടേബിളിലേക്ക് നോക്കുക. ഇവിടെ 3 പ്രൊഡ്യൂസേഴ്സിനെ കൊടുത്തിട്ടുണ്ട്. പ്രൊഡ്യൂസർ എ, പ്രൊഡ്യൂസർ ബി ആൻഡ് പ്രൊഡ്യൂസർ സി. ഉൽപാദകൻ എ,
ഉൽപാദകൻ സി. അവിടെ വസ്തുവിന്റെ വില ഓരോ യൂണിറ്റ് എന്താണ്? സെയിം ആണ്. പ്രോഡക്റ്റിന്റെ വിലകൾ 10, 15, 20, 25, 30 ഈ രീതിയിലാണ് ഇൻക്രീസ് ചെയ്ത് പോകുന്നത്. പക്ഷെ അവിടെ ഓരോ പ്രൊഡ്യൂസേഴ്സിന്റെയും സപ്ലൈയിൽ മാറ്റമുണ്ട്. ഒരു പ്രൊഡ്യൂസർക്ക് ഒരുപാട് കൂടുതൽ സപ്ലൈ ഉണ്ട്, മറ്റു പ്രൊഡ്യൂസറിന് അത്ര വരുന്നില്ല. ഇവിടെ പ്രൊഡ്യൂസർ എയുടെ സപ്ലൈ ഷെഡ്യൂൾ നോക്കുക. അവിടെ വില 10 രൂപയായിരിക്കുമ്പോൾ അവിടെ സപ്ലൈ വരുന്നില്ല. വില 15 രൂപയായിട്ട് ഇൻക്രീസ് ചെയ്തപ്പോൾ അവിടുത്തെ സപ്ലൈ 2 ആണ്. 20 രൂപയായിട്ട് ഇൻക്രീസ് ചെയ്തപ്പോൾ സപ്ലൈ 4 ആയിട്ട് വർദ്ധിച്ചു. 25 രൂപയായിട്ട് പ്രൈസ് ഇൻക്രീസ് ചെയ്തപ്പോൾ സപ്ലൈ 6 രൂപയായിട്ടും 30 രൂപയായിട്ടും വില വർദ്ധിച്ചപ്പോൾ സപ്ലൈ 8 രൂപയായിട്ടും വർദ്ധിച്ചു. അതുപോലെ തന്നെ പ്രൊഡ്യൂസർ ബിയുടെ സപ്ലൈ ഷെഡ്യൂൾ നോക്കുക. അവിടെയും ഓരോ വിലയുടെ അടിസ്ഥാനത്തിൽ അവരുടെ സപ്ലൈ മാറി മാറി വരുന്നുണ്ട്. 10 രൂപയായിരുന്ന സമയത്ത് അയാൾക്ക് അവിടെ സപ്ലൈ വരുന്നില്ല. 15 രൂപയായിരുന്ന സമയത്തും അയാൾക്ക് സപ്ലൈ ഇല്ല. 20 രൂപയായ സമയത്ത് അയാൾക്ക് 1 യൂണിറ്റ് സപ്ലൈ ചെയ്യാൻ പറ്റി. 25 രൂപയായിരുന്ന സമയത്ത് അയാൾക്ക് 2 യൂണിറ്റും 30 രൂപയായിരുന്ന സമയത്ത് അയാൾക്ക് 3 യൂണിറ്റും സപ്ലൈ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി പ്രൊഡ്യൂസർ സിയുടെ സപ്ലൈ നോക്കാം. അവിടെ വില 10 രൂപയാകുന്ന സമയത്ത് 1 യൂണിറ്റ് പോലും സപ്ലൈ നടന്നിട്ടില്ല. വില 15 രൂപയായിരിക്കുന്ന സമയത്ത് അവിടെ 3 യൂണിറ്റ് സപ്ലൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. 20 രൂപയായിട്ട് പ്രൈസ് വർദ്ധിച്ചപ്പോൾ അയാളുടെ സപ്ലൈ 4 രൂപയായി. 25 രൂപയായപ്പോൾ 5 യൂണിറ്റ് ആയിട്ടും 30 രൂപയായപ്പോൾ 6 യൂണിറ്റ് ആയിട്ടും അയാളുടെ സപ്ലൈ വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു മാർക്കറ്റില് ഈ 3 പ്രൊഡ്യൂസേഴ്സ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഒന്ന് ഇമാജിൻ ചെയ്യാം. ഒരു മാർക്കറ്റ് ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. പക്ഷെ നമ്മുടെ ഈ മാർക്കറ്റിൽ 3 പ്രൊഡ്യൂസേഴ്സ് മാത്രമേ ഉള്ളൂ. ആ ഓരോ പ്രൊഡ്യൂസേഴ്സിന്റെയും സപ്ലൈ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് മാർക്കറ്റ് സപ്ലൈ നമ്മൾ എങ്ങനെ കണ്ടെത്തും? മാർക്കറ്റ് സപ്ലൈ കണ്ടെത്താനായിട്ട് പ്രൈസ് എല്ലാ പ്രൊഡ്യൂസേഴ്സിനും ഈക്വൽ ആണ്, സെയിം ആണ്. അവിടുത്തെ മാർക്കറ്റ് സപ്ലൈ കണ്ടെത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 3 പ്രൊഡ്യൂസേഴ്സിന്റെയും സപ്ലൈ ആഡ് ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ് എന്ത്? മാർക്കറ്റ് സപ്ലൈ. അപ്പോൾ 10 രൂപയാകുന്ന 10 രൂപയാകുന്ന സമയത്ത് അവിടുത്തെ സപ്ലൈ നോക്കുക. പ്രൊഡ്യൂസർ എ 0 യൂണിറ്റ് ആണ്, പ്രൊഡ്യൂസർ ബി 0 യൂണിറ്റ് ആണ്, പ്രൊഡ്യൂസർ സിയും 0 യൂണിറ്റ് ആണ്. വില 15 രൂപയായ സമയത്തോ പ്രൊഡ്യൂസർ എ 2 യൂണിറ്റ്, പ്രൊഡ്യൂസർ ബി 0 യൂണിറ്റ്, പ്രൊഡ്യൂസർ സി 3 യൂണിറ്റ്. അപ്പോൾ അവിടെ പ്രൊഡ്യൂസർ എയും പ്രൊഡ്യൂസർ സിയും സപ്ലൈ വന്നു. പ്രൊഡ്യൂസർ എയുടെ 2 യൂണിറ്റ് പ്ലസ് പ്രൊഡ്യൂസർ സിയുടെ 3 യൂണിറ്റ്. അപ്പോൾ അവിടുത്തെ ടോട്ടൽ സപ്ലൈ എത്രയാണ്? 5 യൂണിറ്റ് ആണ്. വില 20 രൂപയാകുന്ന സമയത്തോ പ്രൊഡ്യൂസർ എയുടെ 4 യൂണിറ്റ് പ്ലസ് പ്രൊഡ്യൂസർ ബിയുടെ 1 യൂണിറ്റ് പ്ലസ് പ്രൊഡ്യൂസർ സിയുടെ 4 യൂണിറ്റ്. ടോട്ടൽ സപ്ലൈ 9 യൂണിറ്റ്, 9 യൂണിറ്റ് ആണ്. വില 20 രൂപയാകുന്ന സമയത്ത് അവിടുത്തെ സപ്ലൈ. വില 25 രൂപയാകുന്ന സമയത്തോ പ്രൊഡ്യൂസർ എയുടെ 6 യൂണിറ്റ്, പ്രൊഡ്യൂസർ ബിയുടെ 2 യൂണിറ്റ്, പ്രൊഡ്യൂസർ സിയുടെ 5 യൂണിറ്റ്. ടോട്ടൽ 13 യൂണിറ്റ് ആണ് അവിടുത്തെ സപ്ലൈ. വില 30 രൂപയാകുന്ന സമയത്തോ പ്രൊഡ്യൂസർ എയുടെ 8 യൂണിറ്റ്, പ്രൊഡ്യൂസർ ബിയുടെ 3 യൂണിറ്റ്, പ്രൊഡ്യൂസർ സിയുടെ 6 യൂണിറ്റ്. ടോട്ടൽ 17 യൂണിറ്റ് ആണ് അവിടുത്തെ സപ്ലൈ. ഇനി ഇതിൽ നിന്നും എങ്ങനെയാണ് നമ്മൾ ഒരു മാർക്കറ്റ് സപ്ലൈ കർവ് നമ്മൾ ഫോം ചെയ്യുന്നത്? മാർക്കറ്റ് സപ്ലൈ ഷെഡ്യൂളിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് എന്ത്? മാർക്കറ്റ് സപ്ലൈ curve. Market supply curve is the graphical representation of market supply schedule. Market supply curve എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. Market supply curve represent the all the supply curve
in the market or all the producers in the market supply or sell the product at same price. ഒരു മാർക്കറ്റിലെ ആ വിവിധ പ്രൊഡ്യൂസേഴ്സ് ഒരേ വിലയ്ക്ക് വിൽക്കുന്ന സാധനങ്ങളുടെ അല്ലെങ്കിൽ വസ്തുക്കളുടെ അളവുകൾ കൂട്ടിച്ചേർത്തതാണ് എന്ത് മാർക്കറ്റ് സപ്ലൈ ലെവൽ. നമുക്കിവിടെ എ എന്നൊരു പ്രൊഡ്യൂസർ ഉണ്ട്, ബി എന്നൊരു പ്രൊഡ്യൂസർ ഉണ്ട്, സി എന്നൊരു പ്രൊഡ്യൂസർ ഉണ്ട്. മാർക്കറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എ എന്ന പ്രൊഡ്യൂസറുടെ സപ്ലൈ പ്ലസ് ബി എന്ന പ്രൊഡ്യൂസറുടെ സപ്ലൈ പ്ലസ് സി എന്ന പ്രൊഡ്യൂസറുടെ സപ്ലൈ ഈക്വൽ ടു മാർക്കറ്റ് സപ്ലൈ. എ എന്ന പ്രൊഡ്യൂസറുടെ സപ്ലൈ എങ്ങനെയാണ് വരുന്നത് നോക്കാം. വില 10 രൂപയായിരുന്ന സമയത്ത് അവിടുത്തെ സപ്ലൈ 0 ആണ്. വില 15 രൂപയായപ്പോൾ 2 യൂണിറ്റ് സപ്ലൈ, 20 രൂപയായപ്പോൾ 4 യൂണിറ്റ് സപ്ലൈ, 25 രൂപയായി ഉയർന്നപ്പോൾ 6 യൂണിറ്റ് സപ്ലൈ, 30 രൂപയായപ്പോൾ 8 യൂണിറ്റ് സപ്ലൈ. അപ്പോൾ ഈ പ്രൈസിന്റെ പോർഷനും സപ്ലൈയുടെ പോർഷനും കൂട്ടിമുട്ടുന്ന ഈ പോയിന്റാണ് എന്ത് കൂട്ടിച്ചേർത്തിട്ട് നമ്മൾ സപ്ലൈകളുമായിട്ട് വരക്കേണ്ടത്. അപ്പോൾ ഇത് നീട്ടി വരച്ചാൽ എന്തായി? എ എന്ന പ്രൊഡ്യൂസറുടെ സപ്ലൈ കർവായി. ഈ ബി എന്ന പ്രൊഡ്യൂസറുടെ സപ്ലൈ കർവാണ് നമ്മൾ നോക്കേണ്ടത്. അവിടെ വില 10 രൂപയാകുന്ന സമയത്ത് 0 യൂണിറ്റ് ആണ് സപ്ലൈ, വില 15 രൂപയാകുന്ന സമയത്തും 0 യൂണിറ്റ് ആണ് സപ്ലൈ, വില 20 രൂപയായപ്പോൾ 1 യൂണിറ്റ് സപ്ലൈ, 25 രൂപയായപ്പോൾ 2 യൂണിറ്റ് സപ്ലൈ, 30 രൂപയായപ്പോൾ 3 യൂണിറ്റ് സപ്ലൈ. അപ്പോൾ ഈ വിലയും സപ്ലൈയും കൂട്ടിമുട്ടുന്ന ഈ പോയിന്റുകൾ കൂട്ടിച്ചേർത്തിട്ട് നമ്മൾ എന്ത് വരച്ചു? ബി എന്ന പ്രൊഡ്യൂസറുടെ സപ്ലൈ കർവ് നമ്മൾ വരച്ചു. അതുപോലെ സി എന്ന പ്രൊഡ്യൂസറുടെ സപ്ലൈ കർവ് വില 10 രൂപയാകുമ്പോൾ 0 യൂണിറ്റ് ഓഫ് സപ്ലൈ, price is 15, supply is 3 യൂണിറ്റ്. വില 20 രൂപയാകുമ്പോൾ 4 യൂണിറ്റും, 25 രൂപയാകുമ്പോൾ 5 യൂണിറ്റും, 30 രൂപയാകുമ്പോൾ 6 യൂണിറ്റുമാണ് സപ്ലൈ. That is the supply curve of C is this portion. ഇനി നമുക്ക് കണ്ടെത്താനുള്ളത് മാർക്കറ്റ് സപ്ലൈ ആണ്. നമ്മൾ സപ്ലൈ ഷെഡ്യൂളിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എയുടെയും ബിയുടെയും സിയുടെയും സപ്ലൈ കൂട്ടിച്ചേർത്താണ് എന്ത് മാർക്കറ്റ് സപ്ലൈ കർവ്. വില 10 രൂപയായിരുന്ന സമയത്ത് മാർക്കറ്റ് സപ്ലൈ 0 ആണ്. വില 15 രൂപയായിരുന്ന സമയത്ത് എയുടെ 2 യൂണിറ്റും സിയുടെ 3 യൂണിറ്റും കൂട്ടിച്ചേർത്ത 5 യൂണിറ്റ് ആണ് മാർക്കറ്റ് സപ്ലൈ. വില 20 രൂപയായിരുന്നപ്പോൾ എയുടെ 4 യൂണിറ്റും സിയുടെ 4 യൂണിറ്റും ബിയുടെ 1 യൂണിറ്റും 4+4+1 10 യൂണിറ്റ് ആണ് ഇവിടുത്തെ മാർക്കറ്റ് സപ്ലൈ. അതുപോലെ തന്നെ വില 25 രൂപയായിരുന്ന മാർക്കറ്റ് സപ്ലൈ 13 യൂണിറ്റും വില 30 രൂപയായപ്പോൾ അവിടുത്തെ മാർക്കറ്റ് സപ്ലൈ 17 യൂണിറ്റും ആണ്. ഇതാണ് എന്ത് മാർക്കറ്റ് സപ്ലൈ കർവ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്തെല്ലാമായിരുന്നു? വാട്ട് ഈസ് സപ്ലൈ? Supply means the quantity of a commodity that a firm offers to sell in the market at different prices in a given period of time is called supply of commodity. ഒരു മാർക്കറ്റിലെ വ്യത്യസ്ത വിലകൾക്ക് സാധനങ്ങൾ വിൽക്കുന്ന അളവിനെയാണ് നമ്മൾ സപ്ലൈ എന്ന് പറയുന്നത്. Then supply curve of the firm. Supply curve of the firm, the graphical representation of supply schedule that represent the different quantities of a commodity that the firm offers to sell in the market at different prices. ആ മാർക്കറ്റിലെ വിവിധ പ്രൊഡ്യൂസേഴ്സ് വിവിധ വിലകൾക്ക് വിൽക്കുന്ന വസ്തുക്കളുടെ അളവുകൾ രേഖപ്പെടുത്തിയ സപ്ലൈ ഷെഡ്യൂളിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണെന്ത് സപ്ലൈ ഷെഡ്യൂൾ. ഒരു ഫേമിൻ്റെ സപ്ലൈ കർവ് എപ്പോഴും മാർജിനൽ കോസ്റ്റ് കർവിൻ്റെ ഒരു ഭാഗമാണ് ആ ഫേമിൻ്റെ സപ്ലൈ കർവ്.
ദെൻ ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈ എന്തെല്ലാമായിരുന്നു? സപ്ലൈയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ പ്രൈസ് ഓഫ് കമ്മോഡിറ്റി, ടെക്നോളജി ഓഫ് പ്രൊഡക്ഷൻ, ഇൻപുട്ട് പ്രൈസസ് ആൻഡ് യൂണിറ്റ് ടാക്സ്. ദെൻ ലോ ഓഫ് സപ്ലൈ എന്തായിരുന്നു? ലോ ഓഫ് സപ്ലൈ അതർ തിങ്സ് റിമൈനിങ് ദി സെയിം when the price of a commodity increase its quantity supplied also rises and vice versa. ഒരു വസ്തുവിൻ്റെ വില വർദ്ധിക്കുമ്പോൾ അതിൻ്റെ സപ്ലൈ ഉയരുന്നു. മറ്റ് കാര്യങ്ങളെല്ലാം മാറ്റമില്ലാതെ നിലനിൽക്കുകയാണെങ്കിൽ ഒരു വസ്തുവിൻ്റെ വില കൂടുമ്പോൾ അതിൻ്റെ സപ്ലൈ കൂടുന്നു, അതുപോലെ നേരെ തിരിച്ചും. ദെൻ സപ്ലൈ ഫങ്ഷൻ. Supply function represents the functional relationship between supply of a commodity and the determinants of supply. Supply function എന്ന് പറയുന്നത് സപ്ലൈയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളും തമ്മിലുള്ള ബന്ധത്തെയാണ് എന്ത് കാണിക്കുന്നത്? സപ്ലൈ ഫങ്ഷൻ കാണിക്കുന്നത്. ദെൻ മാർക്കറ്റ് സപ്ലൈ. മാർക്കറ്റ് സപ്ലൈ ഈസ് ദ സം ഓഫ് ക്വാണ്ടിറ്റി സപ്ലൈഡ് ബൈ ഓൾ ദ പ്രൊഡ്യൂസേഴ്സ് ഇൻ ദി മാർക്കറ്റ് അറ്റ് എ ഗിവൺ പ്രൈസ്. ഒരു നിശ്ചിത വിലയ്ക്ക് ആ മാർക്കറ്റിലെ മുഴുവൻ ഉൽപ്പാദകരുടെയും വിൽക്കാൻ തയ്യാറാകുന്ന വസ്തുക്കളുടെ അളവിനെയാണ് എന്ത് പറയുന്നത്? മാർക്കറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.